നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുലർച്ചെയുള്ള അതിരാവിലെയുള്ള ഫാൻ ഷോകൾ സിനിമകൾക്ക് ഗുണമാകും. ഇപ്പം ലാസ്റ്റ് വന്ന മലൈക്കോട്ടെ ബാലുവിനുൾപ്പെടെ അതിൻ്റെ സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും എല്ലാം ഇവരൊക്കെ ചേർന്നാണ് ഫാൻ ഷോകൾ അനുവദിച്ചു കൊടുക്കുന്നത്. ഷോ അനുവദിക്കാതെ ആരും വന്ന് തിയേറ്ററിൽ വന്ന് കാണത്തില്ല. പക്ഷേ എന്നിട്ട് അവർ തന്നെ ഫാൻസുകാരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. ഈ ഫാൻസുകാർക്കൊരു പ്രയോറിറ്റി, സിനിമ വിജയിക്കുമ്പോൾ ഫാൻസുകാരും സിനിമ പരാജയപ്പെടുമ്പോൾ അത് ഫാൻസുകാരുടെ കുറ്റം എന്ന് പറയുന്ന ഒരു രീതി പലപ്പോഴും പലരിൽ നിന്നും വരുന്നത്. അത് മമ്മൂട്ടി ഫാൻ ആയിക്കോട്ടെ, മോഹൻലാൽ ഫാൻ ആയിക്കോട്ടെ. ഇപ്പം കേരളത്തിലെടുക്കുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരും സിനിമയാണ് ഫാൻ ഷോകളായിട്ട് വെക്കുന്നത്. ഒന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ സിനിമ. ഇപ്പോൾ എനിക്കൊന്ന് കോവിഡിന് ശേഷം മമ്മൂട്ടിയുടെ സിനിമകൾ ഫാൻ ഷോകളൊന്നും വെക്കാറില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു ധാരണയുണ്ട്, ഫാൻ ഷോകൾ വേണ്ട, എൻ്റെ ഫാൻസുകാരും പുലർച്ചെ കാണണ്ട. അതായത് ഈ ഫാൻ ഷോകളുടെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ഫാൻ ഷോ എന്ന് പറയുമ്പോൾ രാവിലെ 6:30 കാണണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭയങ്കര തീവ്രമായൊരു ഡൈഹാർഡ് ഫാനാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കുക, അവർ ഡൈഹാർഡ് ഫാനാണെങ്കിൽ ചിലപ്പോൾ ഉറങ്ങത്ത് പോലും ഇല്ല, അന്നത്തെ ദിവസം ഉറങ്ങത്തില്ല. ഇനി ഉറങ്ങുന്നവരാണെങ്കിൽ അലാറം വെച്ച് 4 മണിക്ക് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഭയങ്കര ഹൈപ്പുള്ള പടത്തിനായിരിക്കും ഫാൻ ഷോകൾ കൂടുതൽ വെക്കുന്നത്. ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്കായിരിക്കും. നിർമ്മാതാവിന് പൈസ കിട്ടണം എന്നുള്ള ആഗ്രഹം വേറെ രീതി. എന്നാലും 5 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് ഉറക്കമില്ലാതെ തിയേറ്ററിൽ പോയിരുന്നിട്ട് ആ ഒരു പ്രതീക്ഷയുടെ ഭാരം കയറിയായിരിക്കും, മനസ്സിലുമൊക്കെ കയറിയായിരിക്കും ചെന്നിരിക്കുന്നത്. അന്നേരം ചിലപ്പോൾ ഒരു സിനിമ ഇച്ചിരി സ്ലോ ആകുമ്പോൾ, സിനിമയിൽ അവർ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒരുപക്ഷെ ഭയങ്കര പരാതിയും പരിഭവങ്ങളും ഉണ്ടാകും. പക്ഷേ ഞാൻ ഒരു കാര്യം എടുത്തു പറയട്ടെ, ആ സിനിമ ഗംഭീരമാണ്. ആ സിനിമ ഇപ്പം അതിന് ഉദാഹരണമാണ് മോഹൻലാലിൻ്റെ ലൂസിഫർ. ഫാൻ ഷോ അതിരാവിലെ വെച്ചൊരു ഫാൻ ഷോ ആണ്. ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു. അതിന് വ്യത്യസ്തമായതുണ്ട്. എന്നാൽ പൊതുവേ ഫാൻ ഷോകൾ വേണ്ട എന്നൊരു അഭിപ്രായമാണ്. ഇനി അങ്ങോട്ട് ഫാൻ ഷോകൾ വെക്കുന്നത് അത്ര നല്ലതല്ല. സാധാരണ റെഗുലർ ടൈമായിട്ടുള്ള 9 മണിയോ 9:30 നല്ലൊരു സമയമാണ്. എല്ലാവർക്കും 9 മണി മുതൽ 9:30 വരെ. അത് പ്രേക്ഷകൻ്റെ അഭിപ്രായങ്ങളോടെയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാണ്. ഫാൻ ഷോകൾ കുറച്ചുകൊണ്ട് 9 മണിയോ 9:30 തുടങ്ങിക്കൊണ്ട് രാത്രി ആ സിനിമ നല്ലതാണെങ്കിൽ രാത്രി 11:30 1 മണിക്ക് വെച്ചാലും ആൾക്കാർ ഗംഭീര സിനിമയാണെങ്കിൽ കയറി കാണും. അതല്ലേ നല്ലത്? അന്നേരം ഈ സിനിമാക്കാരുടെ കുറ്റം പറച്ചിലുകൾ നിൽക്കും. അത് സിനിമാക്കാരെന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായാലും പ്രൊഡ്യൂസറായാലും അതിൻ്റെ തിരക്കഥാകൃത്തായാലും നടന്മാർ പിന്നെ പുറത്ത് വന്ന് കുറ്റം പറയത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഫാൻസുകാരാണ് തല്ലിപ്പൊളിച്ചതെന്നൊക്കെ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥ വരരുത്. യഥാർത്ഥത്തിൽ ഫാൻസുകാരാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ നട്ടല് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലരും ഫാൻസുകാരെ കുറ്റം പറയും. മമ്മൂട്ടി ഫാൻ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ, ഇവനൊക്കെ എന്തുവാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. യഥാർത്ഥത്തിൽ ഒരു പ്രമുഖ നടന്മാരാരെങ്കിലും ഞങ്ങൾക്ക് ഫാൻസ് വേണ്ട, ഞങ്ങളുടെ ഫാൻസിനെ ഞങ്ങൾ പിരിച്ചുവിട്ടെന്ന് പബ്ലിക്കായിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ ഇനീഷ്യൽ കളക്ഷനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് അവർക്ക് പിന്നീട് ബാധിക്കുന്ന അവരുടെ OTT, അവർക്ക് സാറ്റലൈറ്റ്, ഇതിനെല്ലാം ബാധിക്കുന്നതാണ്. ഇനീഷ്യൽ കളക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും ഫാൻ ബേസാണ്. പിന്നെ ചിലർ പറയും നല്ല സിനിമയാണെങ്കിൽ ആരായാലും കണ്ടുപിടും. നല്ല സിനിമ അല്ലെങ്കിൽ പോലും ഒരു മിനിമം കളക്ഷൻ, ഇപ്പോൾ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ കിട്ടുന്ന മിനിമം കളക്ഷൻ കിട്ടുന്നത് ഈ ഫാൻസുകാർ ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ്. അന്നേരം ഫാൻ ഷോകൾ രാവിലെ പുലർച്ചെ വെക്കാതെ 9 മണി 9:30 സമയം നല്ലതാണെന്ന് തോന്നുന്നു. പ്രേക്ഷകന് കമൻ്റ് ഇടാം, ഫാൻ ഷോകൾ നല്ലതാണോ, സിനിമയ്ക്ക് ഗുണം ചെയ്യുമോ? ഇപ്പം ഞാൻ പറഞ്ഞതിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അത് ശരിയാകാം, തെറ്റാകാം. എനിക്ക് ശരിയെന്ന് തോന്നി. നേരത്തെയൊക്കെ ഫാൻ ഷോകളിലൊക്കെ ഞാൻ ഒരുപാട് ഫാൻ ഷോകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. അത് മമ്മൂട്ടിയും മോഹൻലാലായിക്കോട്ടെ, വിജയുടെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ 90% പരാജയമായ ഒരു സ്ഥിതിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിരാശപ്പെട്ട് വരേണ്ട സ്ഥിതി എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു 10% മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫാൻ ഷോ കണ്ടിട്ടിറങ്ങേണ്ടതെന്നുള്ളൂ. അന്നേരം ഫാൻ ഷോകൾ ആവശ്യമുണ്ടോ? അതിന് പ്രേക്ഷകരുടെ മറുപടി പറയുക. ഇതിനകത്തൊക്കെ ഇത് കാണുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഇത് കാണുന്ന പ്രേക്ഷകൻ ഉറപ്പായിട്ടും ഫാൻ ഷോകൾ സിനിമയ്ക്ക് ഗുണമാണോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അത് ഫാൻസുകാരായിക്കോട്ടെ. ഫാൻസ് എന്ന് പറയുന്നത് അതിയായി സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് ചിലപ്പോൾ ഒരു നടനെ ഇഷ്ടം, അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അതൊക്കെ ഒരു രസമാണ്. നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു 20 കൊല്ലം കഴിയുമ്പം ഇങ്ങനെ ഒരു ഫൈറ്റുകൾ ചിലപ്പോൾ കാണുന്നില്ല. പൃഥ്വിരാജ്, ദുൽഖർ, ഇങ്ങനെയൊന്നുമില്ല. ഉറപ്പായിട്ട് ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു രസമായിട്ട് എടുക്കുന്നവർ അങ്ങനെ നല്ല രീതിയിൽ ഫാൻ ഫൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അത് സിനിമയെ ബാധിക്കാത്ത നല്ല ഫാൻ ഫൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അന്നേരം
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.